welcome back to my channel. My name is Pranavia and I'm second prof DMS student at PKMC. Today we are going to discussing about the important topic fingerprints. It is usually known as dactylography, also known as Galton system. Do you know what is fingerprints? It is the type of ridge pattern on the skin that is found on the palms and the fingers. Mainly, there are four types. Number 1, loose. Number 2, wolf. Number 3, arches. And number 4, it is composite. ഇപ്പോൾ നമുക്ക് ലൂപ്സ് എന്താണെന്ന് നോക്കാം. ഇന്ത്യയിൽ ശരാശരി അല്ലെങ്കിൽ ലോകത്തിൽ മൊത്തത്തിൽ 100% ജനങ്ങളാണുള്ളതെങ്കിൽ അതിൽ 70% പേരിലും കാണപ്പെടുന്ന ഫിംഗർ പ്രിൻറ്റിൻ്റെ പാറ്റേൺ എന്ന് പറയുന്നത് ലൂപ്സ് ആയിരിക്കും. ഇത് ഒരു പോയിന്റിൽ നിന്നും റൈസ് ചെയ്യുന്നു, അതായത് ഒരു പോയിന്റിൽ നിന്ന് തുടങ്ങുന്നു, അതിനുശേഷം ഒരു പർട്ടിക്കുലർ പൊസിഷനിലേക്ക് കർവ് ചെയ്യുന്നു. ഇങ്ങനെയുള്ള കർവുകൾ ഉണ്ടാകുന്നു. ഒരു പൊസിഷനിൽ കയറുന്നു, അത് കർവ്ഡ് അറൗണ്ട് ദെൻ അതേ പൊസിഷനിൽ തന്നെ തിരിച്ചിറങ്ങുന്നു, കയറുന്നു, കറങ്ങുന്നു, തിരിച്ചിറങ്ങുന്നു. ഇതാണ് ലൂപ്സ്. ഓക്കെ, നെക്സ്റ്റ് വൺ വോൾസ്. 25-30% ഓഫ് ജനങ്ങളിലാണ് ഇത്തരത്തിലുള്ള ഫിംഗർ പ്രിൻറ്റ്സ് കാണാറുള്ളത്. ഇതെന്ന് പറയുന്നത് ഈ റിഡ്ജസ്, നമ്മൾ ആദ്യമേ പറഞ്ഞു ഇതൊരു റിഡ്ജസ് ആണ് സ്കിന്നിൽ ഉണ്ടാക്കുന്ന പാറ്റേൺസ് എന്ന് പറയുന്നത്. ഈ റിഡ്ജസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു കംപ്ലീറ്റ് 360 ഡിഗ്രി ഒരു അപ്പിയറൻസ് ഒരു സിംഗിൾ പോയിന്റിന് ചുറ്റും ഉണ്ടാക്കുന്നു. ഒരു സിംഗിൾ പോയിന്റിന് ചുറ്റും 360 ഡിഗ്രി റിഡ്ജസ് മേക്ക് ചെയ്യുന്നു. അതൊരു കർവ് പോലെയായിരിക്കും കാണപ്പെടുന്നത്. നെക്സ്റ്റ് ആർച്ചസ്. 6-10% ഓഫ് പീപ്പിൾസിലാണ് ഇത് എപ്പോഴും കാണപ്പെടുന്നത്. അതിൻ്റെ റിജൽസ് ഒരു പോർഷനിൽ നിന്ന് തുടങ്ങുന്നു, അതിനുശേഷം ഒരു ഹംപി അപ്പിയറൻസ് അവർ ഉണ്ടാക്കുന്നു. ഈ കാണുന്നതാണ് ഹംപി അപ്പിയറൻസ്. ദെൻ അപ്പോൾ ഒരു ഭാഗത്ത് നിന്ന് കയറുന്നു, ഹംപി പാറ്റേൺ ക്രിയേറ്റ് ചെയ്യുന്നു, ദെൻ മറ്റൊരു സൈഡിൽ കൂടെ തിരിച്ചിറങ്ങുന്നു, കയറുന്നു, ഒരു ഹംപി പാറ്റേൺ ക്രിയേറ്റ് ചെയ്യുന്നു, മറ്റൊരു പോർഷനിലേക്ക് ഇറങ്ങിപ്പോകുന്നു. ഇതാണ് ആർച്ചസ്. ദെൻ ഫൈനലി ദ കോമ്പോസിറ്റ് ടൈപ്പ്. ഇതെന്ന് പറയുന്നത് ആദ്യം നമ്മൾ ലൂപ്സ്, വോൾസ്, ആർച്ചസ് അങ്ങനെ 3 തരത്തിലുള്ള പാറ്റേൺസിനെ കുറിച്ച് പറഞ്ഞു. ഇതിലേതെങ്കിലും മിക്സഡ് ആയിട്ടായിരിക്കും അടുത്തത് കോമ്പോസിറ്റ് എന്ന് പറയുന്നത് വരുന്നത്. ഇതങ്ങനെ യൂഷ്വലി എത്ര പെർസെൻറ്റേജ് എന്ന് പറയുന്നില്ല. ചിലപ്പോൾ മേ ബി ഒരു 1 to 6 അതിനകത്തായിരിക്കും വരാൻ സാധ്യത ഉള്ളത്. ഇത് വളരെ അപൂർവ ചിലരിൽ മാത്രമേ കാണപ്പെടാറുള്ളൂ. ഇനിയിപ്പോൾ നമ്മൾ ട്വിൻസിനെ പോലും എടുത്താൽ അവർ രണ്ടുപേരും ഇൻഡിവിജ്വൽസ് ആണ്. അതുകൊണ്ട് തന്നെ അവരുടെ രണ്ടുപേരുടെ ഫിംഗർ പ്രിൻറ്റ് ഡിഫറെൻ്റ് ആയിരിക്കും. അത് വേണമെങ്കിൽ നമുക്ക് ഈ കാറ്റഗറിയിലോട്ട് പെടുത്താവുന്നതാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ദ ടൈപ്പ് ഓഫ് എവിഡൻ്ററി ഫിംഗർ പ്രിൻറ്റ്സ്. അത് 3 തരത്തിലാണുള്ളത്: പേറ്റൻറ്റ്, ലേറ്റൻറ്റ് ആൻഡ് പ്ലാസ്റ്റിക്. പേറ്റൻറ്റ്, ലേറ്റൻറ്റ് ആൻഡ് പ്ലാസ്റ്റിക്. ഫസ്റ്റ് വൺ ഇസ് പേറ്റൻറ്റ്. ഇതെന്ന് പറയുന്നത് നമുക്ക് ഈസിലി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഫിംഗർ പ്രിൻറ്റ്സ് ആണ്. അതുണ്ടാക്കുന്നത് ബ്ലഡ്, പെയിൻറ്റ്, ഗ്രീസ് അതൊക്കെ വെച്ച്, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ചോക്കിൻ്റെ പൊടി വെച്ചിട്ട് നമ്മൾ ബോർഡിൽ തൊടുമ്പോഴത്തേക്കും സാധാരണ നമ്മൾ ബോർഡിൽ നമ്മുടെ ഫിംഗർ പ്രിൻറ്റ് വരുന്നത് കാണാറില്ലേ, അതുപോലെ. അപ്പോൾ നമുക്ക് ഈസിലി നേരിട്ട് കാണാൻ പറ്റും, നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ പറ്റുന്ന ടൈപ്പാണ്. അപ്പോൾ അതാണ് പേറ്റൻറ്റ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് വന്നെന്ന് പറയുന്നത് പ്ലാസ്റ്റിക്. പ്ലാസ്റ്റിക് എന്ന് പറയുന്നത് ഇതും നമുക്ക് റിക്കഗ്നൈസ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ സ്മൂത്ത് സർഫസിൽ നമ്മൾ ടച്ച് ചെയ്യാം, ലൈക്ക് ബട്ടർ, ചീസ്, അല്ലെങ്കിൽ ബട്ടർ, ചീസ്, സോപ്പ് നമ്മൾ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്യുമ്പോഴത്തേക്കും ചെറിയൊരു ഇംപ്രഷൻ വീഴില്ലേ, അതാണത്. ഇനി അടുത്തത് ലേറ്റൻറ്റ്. ഇത് നമുക്ക് പെട്ടെന്ന് റിക്കഗ്നൈസ് ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ട്? ഡയറക്റ്റ് നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ പറ്റത്തില്ല. പക്ഷേ ഒരു ഐഡൻറ്റിഫിക്കേഷൻ പർപ്പസിന് വേണ്ടി ഇതിന് ഫർദർ ചില പ്രോസസ്സിങ്സ് വേണം, എന്നാൽ ഇത് കാണാൻ പറ്റും. ഡയറക്റ്റ്ലി കാണാൻ പറ്റില്ല. മെഡിക്കൽ റിലേറ്റഡ് അല്ലെങ്കിൽ മെഡിക്കൽ ക്രൈംസ് റിലേറ്റഡ് ഒരുപാട് ഫിലിംസ് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഫോറൻസിക്, അതുപോലെ കുറേ സിനിമകൾ, കുറച്ച് വേണമെങ്കിൽ ഞാനിവിടെ ഫോട്ടോഗ്രാഫ്സ് കൊടുത്തേക്കാം. അതുപോലെ നമ്മൾ മെഡിക്കൽ സ്റ്റുഡൻ്റാണ്, ഞാൻ ആയുർവേദമാണ് പഠിക്കുന്നത്. അതുപോലെ നിങ്ങൾ വാട്ട് എവർ ഫീൽഡ് യു ആർ, ബട്ട് നമ്മൾ ചിന്തിക്കേണ്ടത് മെഡിക്കൽ ലീഗൽ ഇമ്പോർട്ടൻസിനെ കുറിച്ചാണ്. ഫിംഗർ പ്രിൻറ്റ്സ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ആദ്യം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത് ക്രൈം സ്പോട്ട്. ഒരു ക്രൈം സ്പോട്ടിൽ ചെല്ലുക, അവിടുന്ന് ഇപ്പോൾ ഒരു സൂയിസൈഡോ ഹോമിസൈഡോ അങ്ങനെയുള്ളതാവാം, അല്ലെങ്കിൽ വല്ല റേപ്പ് കേസസോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. അപ്പം ആദ്യം നമ്മൾ നോക്കുന്നത് അവിടെ എന്തെങ്കിലും തരത്തിലുള്ള ഫിംഗർ പ്രിൻറ്റ്സ് ആയിരിക്കും ഉണ്ടോയെന്നാണ് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്, ഫിംഗർ പ്രിൻറ്റ്സ് ഇൻ ക്രൈം സ്പോട്ട്സ് അല്ലെങ്കിൽ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ക്രൈംസ്.
ചില കാര്യങ്ങൾ കൂടിയുണ്ട്. ഫിംഗർ പ്രിൻറ്റ് യൂസ് ചെയ്യുന്നത് ഒതൻറ്റിക്കേഷൻ ഓഫ് ഡോക്യുമെൻറ്റ്സ്, ഐഡൻറ്റിഫിക്കേഷൻ ഇൻ ഇൻപോസിനേഷൻ, ദെൻ ഒരു കാര്യം കൂടെ ഉണ്ട്, പിന്നെ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ക്രിമിനൽസ്. അങ്ങനെ പല പല കാര്യങ്ങൾ ഇനി ഒരുപാട് പറയാനുണ്ട്. പക്ഷേ സമയം കുറവുള്ളതുകൊണ്ട് നമുക്കിവിടെ വെച്ച് നിർത്താം. അപ്പോൾ എല്ലാവർക്കും ഫിംഗർ പ്രിൻറ്റ്സിൻ്റെ ഏകദേശം കുറച്ച് കാര്യങ്ങളെങ്കിലും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. സ്റ്റേ ട്യൂൺ.